അപ്പോൾ സത്യം പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്ക് ഞാനൊന്ന് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു. അപ്പം ആദ്യം ആ ഒരു ബോഡി കണ്ട സമയത്ത് നോർമലി ഇത് ഇപ്പം ഞാൻ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഇതിനകത്ത് വരാതൊക്കെയാണ് ഇത് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒരു ടെക്നിക്കൽ സൈഡിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് നോർമലി തോന്നും ഇതിനകത്ത് VFX ആഡ് ചെയ്ത് ഒക്കെ ആയിരിക്കുമെന്ന്. അതിന് മെയിനായിട്ട് അതിൻ്റെ മേക്കിങ്ങിൽ ഒക്കെ സമയത്തൊക്കെ സാറ് ഭയങ്കര പെർഫെക്ഷൻ്റെ ആളാണ്. അപ്പം എന്തൊരു കാര്യമാണെങ്കിലും സാറിൻ്റെ മനസ്സിനത് തൃപ്തി വന്നിട്ടേ സാറത് ഓക്കെ പറയത്തുള്ളൂ. അതിനി എത്ര പ്രാവശ്യമാണെന്ന് പറഞ്ഞാലും ഇനി എത്ര കണക്ക് അങ്ങനെ ഒരു ഇതില്ല, സാറിന് ഓക്കെ ആവണം, അത് മാത്രമേ ഉള്ളൂ. അത് ഒരു വർഷം മുഴുവനും ആടുജീവിതമായിരുന്നു. പിന്നെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് ഇതിൻ്റെ റഷ് കാണുന്ന സമയം എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു ആകാംക്ഷയായിരുന്നു. കാരണം ആടുജീവിതം പോലൊരു നോവല് അതിനകത്ത് ഇത്രയും നാളും എഡിറ്റിംഗ് ഫീൽഡിൽ നിന്നെങ്കിൽ പോലും എൻ്റെ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പം അതും ആദ്യമായിട്ടൊരു ആടുജീവിതത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയപ്പം വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇതിനകത്ത് ഇതിൻ്റെ റഷുകളൊക്കെ കാണുന്ന സമയത്ത് നല്ല വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം അതിനകത്ത് എടുത്തേക്കുന്ന ഓരോ ഫ്രെയിമുകളും ഇത്രയും വർഷം സാറത് വെയിറ്റ് ചെയ്ത് അതിനകത്ത് ഒരു സൺറൈസ് ആണെങ്കിലും മൂണാണെങ്കിലും എല്ലാം ഒരു റിയൽ ടൈമിൽ നോക്കി അതെങ്ങനെ ആ ടൈം വരുന്നു എന്നൊക്കെ നോക്കി ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എടുത്തൊരു സാധനമാണ്. അതേപോലെ തന്നെ രാജുവേട്ടനും അതിനകത്ത് നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം ആ ഒരു ബോഡി കണ്ട സമയത്ത് നോർമലി ഇത് ഇപ്പം ഞാൻ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഇതിനകത്ത് വരാതൊക്കെയാണ് ഇത് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒരു ടെക്നിക്കൽ സൈഡിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് നോർമലി തോന്നും ഇതിനകത്ത് VFX ആഡ് ചെയ്ത് ഒക്കെ ആയിരിക്കുമെന്ന്. പക്ഷേ ആദ്യ സമയത്ത് ആ ഒരു ബോഡി കണ്ട സമയം ഒരു ഇതും ഇല്ലാതെ അതിൻ്റെ ഒറിജിനൽ ബോഡി കണ്ട സമയത്തേക്ക് സത്യം പറഞ്ഞാൽ ഒരു നോർമലായിട്ടുള്ള ഒരു മനുഷ്യൻ എങ്ങനെ ഈ ഒരു അവസ്ഥയിൽ വന്നിട്ട് തിരിച്ച് പഴയ ആ ഒരു ഇതിൽ വന്നു എന്നൊരു ഇത് പറഞ്ഞ ഒരു ഭയങ്കരമായിട്ടൊരു അത്ഭുതമായിട്ട് തോന്നി. എങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ബോഡി ട്രാൻസ്ഫോർമേഷൻ. പിന്നെ അതേപോലെ എന്നെ സംബന്ധിച്ച് അതിനകത്ത് കാണുന്ന എല്ലാം ഒരു അത്ഭുതമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാധാരണ ഒരു സിനിമയുടെ കൂട്ടായിരുന്നില്ല അതിനകത്ത് കാണാൻ പറ്റിയിട്ടുള്ളത്. എല്ലാം അതിനകത്ത് പുറത്ത് നിൽക്കുന്ന അതിനകത്ത് ടെക്നിക്കൽ സൈഡിൽ നിൽക്കുന്ന എല്ലാ ആൾക്കാരും അതേപോലെ തന്നെ ആയിരുന്നു. രാജുവേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് ഒരു ഓഫീസിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് കയറി വന്നപ്പോൾ അപ്പം നോർമലി ബോഡി അത്യാവശ്യം ഇതായിരുന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു അത്ഭുതമായിരുന്നു. പിന്നെ അതിനു മുമ്പേ ഞാൻ ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ്റെ കണ്ടായിരുന്നു, ബോഡി ഇത്ര ഇതായിട്ടുള്ളത്. അങ്ങനെ അപ്പം എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അത്രയ്ക്ക് ആ ഒരു ബോഡി അതിൻ്റെ സിനിമ കണ്ടവർക്കറിയാം ലാസ്റ്റ് ആ ഒരു ബോഡി അത്രയും ഇതാക്കി വന്നിട്ട് നോർമലി എങ്ങനെ ഒരാൾ വീണ്ടും പഴയപടി ആയി എന്നുള്ളത്. ഈ സിനിമ കണ്ടിട്ട് എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? ഞാൻ സത്യം പറഞ്ഞ ലൈഫിൽ ഞാൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് കണ്ടിട്ടേ ഉള്ളൂ. നോർമലി ഒരു സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു എഡിറ്റർ ആണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും അത് അതിനകത്ത് വർക്ക് ചെയ്യുന്ന അസോസിയേറ്റ്സ് ആരാണെങ്കിൽ പോലും അവരതിൻ്റെ ഒരു ഷൂട്ടൊക്കെ കഴിഞ്ഞ് ആ ഒരു ടൈമിൽ പോവും. പക്ഷേ ഇതിനകത്ത് ആരും അങ്ങനെ പോവാതെ ഇത്രയും വർഷം നിന്നത് തന്നെ ഒരു അത്ഭുതമാണ്. എഡിറ്റിംഗ് ഒരു നോർമലി ഇപ്പം ഇതിനകത്ത് നിൽക്കുന്ന എല്ലാവരും ഒരു നോർമലി എടുക്കുന്നതിനേക്കാളും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു വർക്കാണ് ഈ ആടുജീവിതം. ഇപ്പോൾ എഡിറ്റിംഗ് ഫീൽഡ് മാത്രമല്ല, അതിനകത്ത് വർക്ക് ചെയ്യുന്ന A to Z ആൾക്കാരും നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടാണ് ഇന്ന് ഈ ഒരു ഇതിൽ എത്തിച്ചേരാൻ പറ്റിയിട്ടുള്ളത്. ഒറിജിനാലിറ്റിക്ക് വേണ്ടി നമ്മൾ അഡീഷണലി ഒന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ. VFXകൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് കൂടുതലും നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. സാറിന് അങ്ങനെ VFXനോട് വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ്. അപ്പം സാറിൻ്റെ മുമ്പത്തെ സിനിമകളിലൊക്കെ നോക്കിയാലും അറിയാം. അപ്പം അധികം എന്നാലും നമുക്ക് ഇപ്പം ഒരു ടെക്നിക്കലി ഉപയോഗിക്കേണ്ടതുണ്ടല്ലോ, അങ്ങനെ മാക്സിമം അതിനകത്ത് കൂടുതലും VFX ഉപയോഗിക്കാതാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് പ്രോജക്റ്റ്? നെക്സ്റ്റ് ഇപ്പോൾ ഒരു തമിഴ് പടം ഉണ്ട്, ഉടനെ റിലീസാവും. വാനവൻ അതിൻ്റെ പേര്, യോഗി ബാബു നായകനായിട്ടുള്ള, സജിൻ K. സുരേന്ദ്രൻ ഡയറക്ടറായിട്ടുള്ള. അപ്പം അങ്ങനെ
ആണ്. ഈ ഭാഷകളൊക്കെ സിനിമയിലേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു സിനിമയിൽ വർക്ക് ചെയ്യണം. ഒരു മെയിനായിട്ട് ഒരു എഡിറ്ററായിട്ടുള്ള എല്ലാവരുടെയും ഒരു ആഗ്രഹം ആണ് ഒരു സിനിമയിൽ എത്തിച്ചേരുക എന്നത്. അപ്പം അങ്ങനെ ഒരുപാട് ട്രൈ ചെയ്തിട്ടൊന്നും അങ്ങനെ റെഡി ആയിട്ടില്ല. പിന്നെ ഞാൻ ആനിമേഷൻ വർക്കുകളും ചെയ്യും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഈ ഒരു ആഡിൻ്റെ ലോഗോ ആനിമേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ജോർജേട്ടൻ ആഡ് ഡയറക്ടറോടാണ്. അപ്പം പുള്ളിയുടെ ഒരു ആഡിൻ്റെ ലോഗോ ആനിമേഷൻ ചെയ്ത് കൊടുത്ത് അതിൻ്റെ ക്യാഷ് തരാൻ വേണ്ടി എന്നെ വിളിച്ചു. അപ്പം പുള്ളിയാണ് റോഷാക്കിൻ്റെ ഒക്കെ എഡിറ്റും ചെയ്തത് ആ സമയത്താണ്. അപ്പോൾ അങ്ങനെ ക്യാഷ് തരാൻ നേരത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ക്യാഷ് വേണ്ട, എന്നെയും കൂടെ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതേപോലെ ആടുജീവിതത്തിൻ്റെ വർക്കിലാണ്, അങ്ങനെയാണെങ്കിൽ വന്നോളാൻ പറഞ്ഞു. അപ്പം സത്യം പറഞ്ഞ ഒരു 2-3 ദിവസത്തേക്ക് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയതല്ല ആടുജീവിതമോ. അപ്പോൾ ആടുജീവിതത്തിനകത്തൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ചെന്ന് സത്യം പറഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കും, എടാ ഞാനിങ്ങനെ ആടുജീവിതത്തിൻ്റെ ടീമിലാണോ വർക്ക് ചെയ്യുന്നത്, ഇനി വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ എത്തിപ്പെട്ടു.